ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. നെയ്മർ ജൂനിയർ വീണ്ടും പരിക്കിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ട്രെയിനിങ്ങിനിടയിലാണ് നെയ്മർ ജൂനിയർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഒട്ടുമിക്ക ബ്രസീലിയൻ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. മസിൽ ഇഞ്ചുറിയാണ് നെയ്മറെ അലട്ടിയിട്ടുള്ളത്. അതായത് റൈറ്റ് തൈയിൽ റെക്ടസ് ഫിമോറസ് മസിൽ ഇഞ്ചുറിയാണ് നെയ്മർ ജൂനിയറെ പിടികൂടിയിട്ടുള്ളത് എന്നത് ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ പരിക്കല്ല, ഒരൽപ്പം ഗുരുതരമാണ്. ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും നെയ്മർ ജൂനിയർ പുറത്തിരിക്കേണ്ടി വരും എന്ന കാര്യം ലുക്കാസ് മുസേറ്റി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാകാനുള്ള ഒരുക്കത്തിലാണ് നെയ്മർ ജൂനിയർ ഉള്ളത്. അപ്പോഴാണ് കൃത്യമായ ഒരു ആഴം വ്യക്തമാക്കുക. ഏതായാലും നെയ്മർ ജൂനിയർ ഒരു മാസമെങ്കിലും പുറത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ പുറത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളത് ഇനി കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നെയ്മർ ജൂനിയർക്ക് അടുത്ത ബ്രസീലിന്റെ മത്സരങ്ങൾ നഷ്ടമാകും. ഒക്ടോബർ മാസത്തിൽ 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. ആ മത്സരങ്ങൾക്ക് വേണ്ടി നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. ജപ്പാൻ, സൗത്ത് കൊറിയ എന്നിവരാണ് ബ്രസീലിന്റെ എതിരാളികൾ. പക്ഷേ ആ മത്സരങ്ങളിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പുറത്തായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സാന്റോസ് അടുത്ത മത്സരത്തിൽ സാവോ പോളോക്കെതിരെയാണ് കളിക്കുക. ആ മത്സരത്തിൽ നെയ്മർ ജൂനിയർ ഉണ്ടാവില്ല. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട മത്സരങ്ങളാണ് ഈ പരിക്ക് കാരണം ഇപ്പോൾ നെയ്മർക്ക് നഷ്ടമാകുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീണ്ടും കാണാം.